ഉസ്മാനുൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും ദിക്ർ ചൊല്ലുമായിരുന്ന മഹാൻ. കാന ദായിമ ദിക്രി, എപ്പോഴും നാവുകളിൽ ദിക്ർ ഉണ്ടായിരുന്ന മഹാൻ. അവர்கள் പറഞ്ഞു, ഇന്നി വഖ്തൽ ഇഫ്താർ ഉഹിസ്സു ബിറൂഹി കഅന്നഹാ തഖ്റുജ്. പകലന്തിയോളം നോമ്പെടുത്ത് ആ നോമ്പ് മുറിക്കുന്ന ഇഫ്താർ ചെയ്യുന്ന സമയം, നോമ്പ് മുറിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന നേരം എന്റെ റൂഹ് പോലും എന്നിൽ നിന്ന് വിട്ടുപിരിയുകയാണോ എന്ന് തോന്നുമാർ എനിക്ക് ഭാരം തോന്നാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ ഭക്ഷണം കഴിക്കുന്ന നേരത്തിന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ഇത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. ആ സിനിമയൊക്കെ നിർത്തിച്ച് ആ ഓൺ ടൈമിൽ നിസ്കരിച്ചുകൂടെ എന്നപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്. സീരിയലും കഴിയട്ടെ, എന്നിട്ടാ സീരിയൽ ഉണ്ട് എന്ന് വിചാരിച്ച കുത്തിമറിയ പെണ്ണുങ്ങളെ റബ്ബെ 3 റക്അത്തൊക്കെ 1 റക്അത്താക്കിയാ പോരെ പഠിച്ചോനെ. ഇപ്പൊ തുടങ്ങിപ്പോയല്ലോ സീരിയൽ, ഇപ്പൊ 2-3 ഭാഗം നഷ്ടപ്പെടുമല്ലോ. സുബ്ഹാനല്ലാഹ്. എത്രയോ നല്ല പെണ്ണുങ്ങൾ ഉണ്ട് കേട്ടോ. മഗ്രിബായി കഴിഞ്ഞാൽ അതൊക്കെ പൂട്ടി വെച്ചിട്ട് നല്ല ദിക്റിലും സ്വലാത്തിലും ഖുർആനിലും ചെലവഴിക്കുന്ന നല്ല മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്. കാര്യബോധമുള്ളവരായി തിരിച്ചു വരാൻ മഹാനായ അമ്മാർ ഇബ്നു റജാ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഉബൈദ് ഇബ്നു യഈഷ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. 30 വർഷം ഞാൻ ഭക്ഷണം കഴിച്ചത് എന്റെ കൈ കൊണ്ടല്ല. അഖംതു 30 സന മാ അകൽതു ബിയദി ബില്ലൈൽ, രാത്രി ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. കാനതു ഉഖ്തി തുൽഖുമിനി, എന്റെ സിസ്റ്റർ, എന്റെ സഹോദരി എന്റെ വായിലേക്ക് ഭക്ഷണം മുരുളയായി തരുകയായിരുന്നു. വഅനക്തുബുൽ ഹദീസ്, ആ സമയമെല്ലാം ഞാൻ ഹദീസ് രേഖപ്പെടുത്തുകയായിരുന്നു. ഹദീസ് രേഖപ്പെടുത്തിക്കൊള്ള ആ ഒരു നേരം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ 30 കൊല്ലം ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിച്ചില്ല. എന്റെ പെങ്ങള് വായിലേക്ക് ഇങ്ങനെ വെച്ചു തരും. അങ്ങനെയാണ് ഹദീസിന്റെ ലോകത്ത് പ്രഗത്ഭമായ സേവനം ചെയ്ത മഹാനായ ഉബൈദ് ഇബ്നു യഈഷ് റളിയല്ലാഹു തആല അൻഹു. ഇതൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങോട്ട് ആവൂല എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അതിന്റെ അടുത്തേക്കെങ്കിലും എത്തണ്ടേ, കുറച്ച് അടുത്തേക്കെങ്കിലും എത്തണ്ടേ. 100 മീറ്റർ നീന്തണം എന്ന് പറയുമ്പോഴേ ഒരു 10 മീറ്റർ നീന്താനാവുള്ളൂ. 10 മീറ്റർ നീന്താൻ മതി എന്ന് പറഞ്ഞാൽ 2 നമുക്ക് ഒഴങ്ങി എന്ന് പറയും. സമയത്തിന്റെ വില മനസ്സിലാക്കുന്നത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു തൈമി റളിയല്ലാഹു അൻഹു കാനൽ ജദ്ദു ഇദാ ദഖലൽ ഖലാ യഖൂലു ലീ, എന്റെ വല്യപ്പ ബാത്റൂമിലേക്ക് കയറുമ്പോ എന്നോട് പറയും, ഫീ ഹാദൽ കിതാബ്, ഒരു കിതാബ് നൽകിയിട്ട് ടോയ്ലറ്റിന്റെ പുറത്ത് നിൽക്കുന്ന മോനോട് പറയും, മോനെ വർഫഅ സൗതക ഹത്താ അസ്മഅ, ഉറക്ക വായിക്കണം പുസ്തകം, ഉറക്ക വായിക്കേ. ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന നേരത്ത് പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം കേൾക്കുന്നതിന് വിരോധമില്ലല്ലോ, നീ ഉറക്ക വായിക്ക, ആ നേരം പോലും നഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് പുറത്തു നിന്ന് മോനോട് കിതാബ് ഉറക്ക വായിക്കാൻ പറയും. ബാത്റൂമിൽ പോയ വാപ്പാക്ക് ആ സമയം പോലും നഷ്ടപ്പെടാതിരിക്കാൻ 1 മണിക്കൂറൊക്കെ വെച്ചൊക്കെ കുളിക്കാനുള്ള നേരം, 1 മണിക്കൂറേ. സുബ്ഹാനല്ലാഹ്. വെള്ളം കൊണ്ട് കളിക്കന്നെ, എന്നിട്ട് വസ്വാസിന്റെ അസുഖം പറയും. ബൈത്തുൽ ഖലായിലേക്ക്, വിസർജ്യ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോ ചൊല്ലണം എന്ന് പറഞ്ഞു മുത്തുനബി തങ്ങൾ, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. എത്രയോ നമ്മുടെ ന്യൂ ജനറേഷൻ പെൺകുട്ടികള് ബാത്റൂമിൽ ഒരുപാട് നേരം ചെലവഴിക്കുന്നവരാണ്. പിശാച് കൂടെ കയറി പോന്നേക്കും, പേടിക്കണം. കാരണം ആൺ പിശാചുക്കളും പെൺപിശാചുക്കളുമുള്ള സ്ഥലമാണത്, നമ്മൾ വിസർജ്യം ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തു പോരണം, അതിന്റെ അദ്കാറുകൾ ചൊല്ലണമെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുവേ ആൺ പിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തേണമേ. നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്തേ? ടോയ്ലറ്റിലേക്ക് ദിക്ർ ചൊല്ലാതെ കയറിയാൽ മോശപ്പെട്ട ചില ചിന്തകൾ വരും. അതുകൊണ്ടാ നമ്മുടെ ട്രെയിനുകളിലെ ബാത്റൂമുകളിൽ അതിന്റെ ചുമരുകളിൽ അനാവശ്യങ്ങൾ എഴുതി വെക്കുന്നത്, വരച്ചു വെക്കുന്നത്. ദിക്ർ ചൊല്ലാതെ കയറിയവന്മാരുടെ കലാപ്രതിഭ വെളിപ്പെടുന്ന സമയങ്ങളാണത്. നമ്മുടെ പബ്ലിക് ടോയ്ലറ്റുകൾ, ബസ് സ്റ്റാൻഡുകളിലെ പബ്ലിക് ടോയ്ലറ്റുകൾ, പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കയറിയിട്ട് വിപ്ലവത്തിന്റെ വാക്കുകൾ ചുമരുകൾ എഴുതി വെക്കുന്ന, അസഭ്യങ്ങളും തോന്നിവാസങ്ങളും എഴുതി വെക്കുന്നവരുണ്ട്. എന്തുകൊണ്ട്? പിശാച് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ദിക്ർ ചൊല്ലാതെ കയറി ചെന്നത്. അപ്പോൾ മോശമായ ചിന്തകൾ തലയിൽ വരികയായി, മോശമായ ചിന്തകൾ എവിടെയെങ്കിലും എഴുതി വെക്കണമെന്ന് തോന്നുകയായി.
ചിന്തയിൽ തലയിൽ വന്നുപോയതൊരു പക്ഷേ മാലം തതലഫൽ, നമ്മളത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു അതുകൊണ്ട് ശിക്ഷിക്കുകയില്ലെന്ന് നിബിധങ്ങൾ പറഞ്ഞു. എന്നാൽ എഴുതി വെക്കുന്ന തിന്മകൾ എത്ര കാലം അവിടെ കിടക്കുന്നുവോ, ആ ബാത്റൂം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എത്ര കാലം അത് വായിക്കുന്നുവോ, അതിന്റെ തിന്മകളുടെ എല്ലാ ശിക്ഷകളും എഴുതിപ്പോയവന്റെ അക്കൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടം പിശാചിന്റെ ഇടമാണ്. നിങ്ങൾ സമയം ഒരുപാട് ചെലവഴിക്കല്ല, പെട്ടെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോരണം. ആ സമയത്തിനുള്ളിൽ തന്നെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം, ഇല്ലെങ്കിൽ മോശമായ ചിന്തകൾ വരും. കണ്ടിട്ടില്ല, ഭയങ്കര ചിന്താവാദ്, ഭയങ്കര വിപ്ലവാക്കുകളൊക്കെ കക്കൂസിന്റെ ഉള്ളിലായിരിക്കും, പബ്ലിക് ടോയ്ലറ്റുകളിൽ. തുറന്നു പറയാൻ വേണ്ടിയുള്ളതൊക്കെ അവിടെ എഴുതിച്ചു പോരാ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കേരളീയരായ ആളുകൾ ഒരുപാട് ഉത്ബുദ്ധരാണ്. നമ്മുടെ വീടുകളൊക്കെ വളരെ ക്ലീനാണ്, നമ്മുടെ ബാത്റൂമുകളൊക്കെ വീടുകളിലൊക്കെ വളരെ ക്ലീനാണ്. പക്ഷെ പൊതുവായ ഒരു ബാത്റൂം നമ്മൾ ക്ലീനായി കൊണ്ടുനടക്കൂല. എന്തേ അവിടെ കുഴപ്പമൊന്നും അറിയില്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ മലിനപ്പെടുത്തണം എന്നാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അങ്ങനെ അത് മലിനപ്പെടുത്തുക, അത് അങ്ങനെ കാക്കുമ്പോഴേ നമ്മുടെ എയർപോർട്ടുകൾ പോലും അതിനുള്ളിൽ കയറാൻ പറ്റൂല. പൊതുസ്ഥലങ്ങൾ നമ്മൾ വൃത്തിയാക്കണില്ല. സ്വന്തം സ്ഥലങ്ങളൊക്കെ അവനാൻ്റെതൊക്കെ വൃത്തിയാക്കി പൊതുസ്ഥലം നമ്മൾ വൃത്തിയാക്കുക. അതും കൂടെ അങ്ങ് വൃത്തിയാക്കിയാൽ നമ്മൾ വളരെ നല്ല മനുഷ്യരാണ്. എല്ലാവരും കൂടെ ശ്രമിക്കുക. ഒക്കെ മുനിസിപ്പാലിറ്റിക്കാർ മാത്രം നോക്കട്ടെ, പഞ്ചായത്തുകാർ നോക്കട്ടെ എന്ന് പറയരുത്. നമുക്കും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വ ബോധങ്ങൾ. ഇതിലൊക്കെ ദീനുണ്ട്. അത്തൊഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി എന്ന് പഠിക്കുന്നവരാണ് നമ്മൾ. ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി. എന്നിട്ട് നമ്മളെ പള്ളിന്റെ മൂത്രപ്പേരയിൽ നിന്ന് മണത്തിട്ട് അടുത്തേക്ക് പോകാൻ പറ്റണില്ല അല്ലേ? നമ്മൾ ചിന്തിക്കണത് നമ്മുടെ പള്ളികളുടെ മൂത്രപ്പുരകൾ, മദ്രസയുടെ മൂത്രപ്പുരകൾ മൂക്ക് പിടിച്ചിട്ടല്ലാതെ അടക്കാൻ പറ്റണില്ല. എത്ര വൃത്തിയിൽ കൊണ്ടു നടക്കാൻ പറ്റുമതൊക്കെ? നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, ശുദ്ധി ഇസ്ലാമിന്റെ ഭാഗല്ലേ? ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കല് മാത്രമാണോ പള്ളി കമ്മിറ്റിക്കാരുടെ ജോലി എന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്. ഒന്നുമല്ല, അതൊക്കെ ക്ലീനാക്കി കൊണ്ടുനടക്കണം. അത്തൊഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ, പഠിച്ചവരാണ് നമ്മൾ. ഇസ്ലാമിന്റെ സംസ്കാരം എന്തുകൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങളിൽ, നമ്മുടെ പഠനം നടക്കുന്ന സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് വൃത്തിയുണ്ടാകുന്നില്ല? നമ്മൾ എത്ര മടിയന്മാരായി പോയോ? ആലസ്യത്തിൽ നിന്ന് കർമ്മഗോതയിലേക്ക് തിരിച്ചു വരേണ്ടവരാണ് നമ്മൾ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.